കടിയന്റെ മോനെ കണക്കുമാശ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്. നമ്മൾ ഒരുത്തനെ കൊണ്ടു ചെന്നിട്ട് മൂപ്പർക്ക് മോനും പിടിക്കാനിട്ടല്ലേ. കടിയൻ അന്ന് നമ്മളെ പിടിക്കാത്തത് നമ്മുടെ ഭാഗ്യം. സൂത്ര, ഈ കടിയൻ പിടിക്കുന്നതിനെയാണോ കടിപിടി എന്ന് പറയുന്നത്? ദേ, എന്റെ തലയിൽ ഒരു സൂത്രം മിന്നി. ആ, മിന്നലുണ്ടെങ്കിൽ പിറകെ ഇടിയും വരും. പഠിപ്പിക്കാൻ ഞാൻ തന്നെ ചെല്ലാം, പക്ഷെ തന്റെ സഹായം വേണം. അതിനെനിക്ക് കണക്കറിയില്ലല്ലോ. വേണ്ടെന്നേ, ഞാൻ ഒറ്റയടിക്ക് പറയുന്ന കണക്കുകളൊക്കെ ശരിയാണെന്ന് താൻ പറഞ്ഞാ മതി. ശരിയാണെന്ന് പറയാൻ ഞാൻ കണക്ക് കൂട്ടണ്ടേ? കണക്ക് കൂടുന്നത് പോലെ കാണിച്ചാൽ മതി. ശരു, മോനെ കണക്ക് പഠിപ്പിക്കാമെന്നോ? അതിന് തനിക്ക് കണക്കറിയാമോ? അറിയാമോന്ന് വേണമെങ്കിൽ തെളിയിച്ചു തരാം. ഉദാഹരണത്തിന്, 65 എലികളെ 85 ഉറുമ്പുകൾ 55 ദിവസം കൊണ്ട് കടിച്ചാൽ എത്ര ഉറുമ്പ് ചാവുമെന്ന് ചേട്ടനറിയാമോ? ഇല്ല, 15 ഉറുമ്പ് ചാവും. ശരി, ഉത്തരം ശരിയാണോന്ന് കണക്ക് കൂട്ടി നോക്കടോ. കൃത്യം, കൃത്യം, 15 ഉറുമ്പ് ചാവും. കേട്ടല്ലോ. കാട്ടുപൂച്ചയെ ഒരാന ചവിട്ടിയാൽ കരച്ചിൽ 312 അടി ദൂരെ കേൾക്കാം. എങ്കിൽ 10 ആന ചവിട്ടിയാൽ എത്ര അടി ദൂരെ കേൾക്കും? ഉത്തരം 610 അടി. ശരിയാണോ ശരു? നോക്കട്ടെ സൂത്ര. ഹോഹോ, കറക്റ്റാ, 610 അടി. ഇനി 30 അടി പൊക്കമുള്ള ആളെ 30 അടി പൊക്കത്തിലുള്ള കാക്കക്കൂട്ടത്തിൽ എറിഞ്ഞാൽ എത്ര കാക്ക പറക്കും? ശരി, ഉത്തരം 9 കാക്ക. ഹേ, ആ കണക്ക് ശരിയാവില്ലല്ലോ. ശരിയാണെന്നേ, ഞാൻ കണക്ക് കൂട്ടി. നോക്കട്ടെ, തനിക്ക് 3 അടി പൊക്കമുണ്ടല്ലോ. എന്റെ കാട്ടുമുത്തപ്പ, തന്റെ കണക്ക് തെറ്റാ സൂത്ര. 25 കാക്ക പറക്കുന്നുണ്ട്.